ഇന്നത്തെ ഒരു ദിവസം മുഴുവനും ഞാൻ ചിക്കൻ വെച്ചിട്ടുള്ള ഫുഡ് മാത്രമായിരിക്കും കഴിക്കാൻ പോകുന്നത്. അങ്ങനെ എന്തൊക്കെ കഴിച്ചിട്ടാണ് ഈ ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചതെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവാണ്. പുറകിലൊരു KSRTC വരുന്നതുകൊണ്ട് കുറച്ചധികം ഇങ്ങ് മാറിക്കൊടുത്തു. പോയ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഈ ഒരു ബേക്കറി കയറി. കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് ഒരു സാൻഡ്വിച്ചാണ്. അങ്ങനെ ഇപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. കുടിക്കാനായിട്ട് ഒരു നാരങ്ങ വെള്ളം കൂടെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ രാവിലെ ചിക്കൻ സാൻഡ്വിച്ചും സോഡ നാരങ്ങയും കൂടെ കഴിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടിക്കകത്ത് കയറി കുറച്ച് പെട്രോളും കൂടെ അടിച്ച്. പിന്നീട് അപ്പുറ വഴി പോകേണ്ട ഞാനിപ്പോൾ ഈ വനത്തിക്കൂടാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു ചൂടാണെന്നുണ്ടെങ്കിൽ സഹിക്കാനേ പറ്റുന്നില്ല. പിന്നെ ഈ വഴി വരുമ്പോൾ രണ്ട് സൈഡിലും മരങ്ങളായതുകൊണ്ട് കുറച്ച് ദൂരമെങ്കിലും ഒരു തണുപ്പ് കിട്ടും. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് എന്ത് കഴിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ച് ഇങ്ങനെ പോയപ്പോഴാണ് നേരെ മുമ്പിൽ ഈ ഒരു ചേച്ചിയുടെ ബിരിയാണി കച്ചവടം കണ്ടത്. അവിടെ അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഒരു ബിരിയാണി മേടിച്ചു. ഒരു ബിരിയാണിക്കാണെങ്കിൽ 110 രൂപയാണ് കേട്ടോ. അങ്ങനെ ബിരിയാണി മേടിച്ചുകൊണ്ട് ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ അടുത്തുള്ള ഡാമിൻ്റെ അടുത്തോട്ട് വിട്ടു. അങ്ങനെ നേരെ കയ്യും കഴുകിയിട്ട് നമ്മുടെ ബിരിയാണിപ്പൊതി വണ്ടിയുടെ മുകളിലോട്ട് വെച്ച് നേരെ അങ്ങ് ഓപ്പൺ ചെയ്തു. വലിയ 2 പീസ് വറുത്ത ചിക്കനും പിന്നീട് അച്ചാറും സലാഡും എല്ലാം ഉണ്ടായിരുന്നു. സലാഡ് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അങ്ങ് കഴിച്ചു. 110 രൂപയ്ക്ക് എന്തായാലും ഈ ഒരു ബിരിയാണി അടിപൊളിയാണ്. പിന്നീട് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പെരുന്തേനരുവി ഡാമിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. നല്ല ആഴമുള്ളിടത്തൊക്കെ ഇപ്പം മണൽ കയറിയിട്ട് ഈ ഒരു അവസ്ഥയിലായി. ഇതാ ഈ കാണുന്ന സൂം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു റോഡ് ഉണ്ടെന്ന് പോലും പറയത്തില്ല. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഓട്ടോയും കൊണ്ട് എനിക്കൊരു ഓട്ടം കിട്ടിയായിരുന്നു. അതിപ്പോൾ ഞാൻ അങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ദാഹമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇതേപോലത്തെ ഒരു കുപ്പി ജ്യൂസ് കുടിച്ചു. ഇവിടെ നേരത്തെ മഴ പെയ്തെന്നാണ് തോന്നുന്നു. റോഡ് ഫുള്ള് നനഞ്ഞു കിടക്കുന്നു. അങ്ങനെ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇപ്പോൾ എരുമേലിലുള്ള എംബസി ഹോട്ടലിൽ വന്നാണ് ഞാൻ. ഇവിടുന്ന് അങ്ങനെ ഒരു റോൾ ഷവർമ പറഞ്ഞിട്ട് ഇപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഈ ഒരു ഷവർമയും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.